അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ വേനൽക്കാലത്തെ വെസ്റ്റ് കോസ്റ്റ് യാത്രയുടെ ആദ്യത്തെ ദിവസം താമസിക്കാനുള്ള മോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മോട്ടലിലാണ് താമസിക്കുന്നത്. കാരണം വീടൊന്നും കിട്ടിയില്ല. വീടൊക്കെ ഭയങ്കര റെൻ്റാണ്. എയർബിഎൻബി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെൻ്റാണ്. സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു മോട്ടലിൽ താമസിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു മോട്ടലിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഒരു ചെറിയ കിച്ചൺ സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പറയുക, കോമൺ കിച്ചൺ ഉണ്ട്. ഇവിടെ കാരവാൻ പാർക്കും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ ആ ധൈര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് മോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് വനാക്ക ട്രീയും പിന്നെ ഗേറ്റ് ഓഫ് ഹാസ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടാതെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഈ വഴിക്ക് വരുന്നവർ അതൊരിക്കലും മിസ്സാക്കരുത്. തണ്ടർ ക്രീക്ക് ഫാൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് കേട്ടോ തണ്ടർ ക്രീക്ക് ഫാൾസ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം. ഇത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ്. റോഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിന് മുമ്പ് വേറെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡിൽ റോഡ് നമുക്ക് വരുന്ന സമയം എന്താ പറയുക, ചില സമയത്ത് നല്ല തിരക്കായിരിക്കും. ഇത് മിക്കവാറും ഈ സ്ഥലത്ത് കുറച്ചുകൂടെ അധികം നല്ലൊരു എന്താ പറയുക പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എത്താം. നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. വലിയൊരു തിരക്കും ഉണ്ടായിരുന്നില്ല. റോട്ടിൽ നിന്ന് പറയില്ല 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ വരുന്നവർ തീർച്ചയായിട്ടും കാരണം ഒത്തിരി നടക്കാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസിലാൻഡിലുള്ള മിക്ക വെള്ളച്ചാട്ടങ്ങളും എത്തിപ്പെടണമെങ്കിൽ ഇച്ചിരി ദൂരമാണ്. പക്ഷേ ഇത് എന്തായാലും വളരെ അടുത്താണ്. അപ്പം എന്തായാലും ഈ വരുന്നവർ ഇവിടെ മിസ്സാക്കരുത് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാ ഞങ്ങളുടെ മോട്ടലിലെത്തി. റിസപ്ഷനിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു മാപ്പൊക്കെ തന്നു നമ്മുടെ റൂം കണ്ടുപിടിക്കാനുള്ളത്. കാരണം ഇത് കാമ്പർവാൻ പാർക്കും എല്ലാം കൂടിയാണല്ലോ. റൂം കണ്ടുപിടിക്കാനുള്ള മാപ്പൊക്കെ തന്നു. ഇനി മാപ്പ് നോക്കി മെല്ലെ വിടട്ടെ. അപ്പോൾ ഞങ്ങൾ മോട്ടലിൻ്റെ നടത്ത് കയറി നോക്കാം. അല്ലെ റൂം കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ. റൂം നോക്കട്ടെ. 7-ാം നമ്പർ എന്ന് പറഞ്ഞത്. പിള്ളേരാദ്യമേ പോയി തുറന്നു. അവരിത്രയും നേരം വണ്ടിയിലിരുന്ന് മടുത്തു. അടിപൊളി അടിപൊളി. ഈ ആകെ ഈ ഒരു ഹോള് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ബെഡും 2 സിംഗിൾ ബെഡുകളും. പിന്നെ ഇവിടെ ഉള്ളത് എന്താ പറയുക ചെറിയ കിച്ചൺ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു അടുപ്പ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അടുപ്പില്ല. ചെറിയൊരു പണി കിട്ടി. ഇവർക്ക് എല്ലാവരും മൈക്രോവേവ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. മൈക്രോവേവ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നീറ്റാണ്, കുഴപ്പമില്ല. നമുക്കതൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടി മാറി കിട്ടി. ബെഡാണെങ്കിലും കുഴപ്പമില്ല. ഷീറ്റൊക്കെ എടുത്ത് കൊണ്ട് വേണ്ടി വന്നില്ല അല്ലേ. ഷീറ്റ് വേണ്ട. അത്യാവശ്യം സൗകര്യമുണ്ട്. ബാൽക്കണി ഗാരേജ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ബാൽക്കണി നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഒരു പ്രശ്നമാണ്. കോമൺ കിച്ചൺ ഉണ്ട് ഇവിടെ. ഇവിടെ ഒന്ന് പോയി നോക്കി നോക്കാം. നല്ലതാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ലതാവാൻ സാധ്യതയുണ്ട് അവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കിച്ചണിൽ നമുക്ക് അരി വെച്ചാൽ രാവിലെ നേരത്തെ കണ്ടിട്ട് നമുക്ക് ശരിയാണെങ്കിൽ നമുക്ക് പോയി ചെയ്യാം. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. മാത്രം വേണ്ടല്ലോ. ചോറും ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇന്നത്തേക്കുള്ള ചോറുള്ളതുണ്ട്. മോളെ ആ മാപ്പ് എന്തി മോളെ? മാപ്പ് ചെറിയൊരു തിരുത്തുണ്ട്. കിച്ചണുള്ള സാധനമുണ്ട്. ഇവർ ഈ സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ ഇതിന് പറയുന്നത്, ഇൻഡക്ഷൻ കുക്കർ അല്ലേ. ഇൻഡക്ഷൻ ഇത് മറ്റേ കുറച്ചുകൂടെ പണ്ടുള്ള സാധനമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇല്ല. അത് അല്ല, നാട്ടിലൊക്കെ ഇപ്പൊ ഇത് മാറി. പണ്ട് നാട്ടിലുണ്ടായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ ഇതുണ്ട്. അപ്പൊ പിന്നെ പേടിക്കണ്ട. രാവിലെ എല്ലാരും വിസിൽ കേട്ട് എണീക്കും. കുക്കറിന്റെ വിസിൽ കേട്ട് എല്ലാരെയും നമ്മൾ എണീപ്പിക്കാം.
ഓക്കെ, അപ്പൊ ഹാപ്പി. ഹാപ്പിയായി. മൊത്തം പാത്രം എടുത്തിട്ട് വരെ സാമ്പാർ. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ വാഷിംഗ് മെഷീനും ഡ്രയറും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ. പക്ഷെ അവിടെ കോയിൻ വേണം. നമുക്ക് ഒരു വാഷിന് $4. അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുന്നതിന് $4. അതിനുള്ള സൗകര്യങ്ങളുണ്ട് വാഷിംഗ് മെഷീന്. പിന്നെ പിള്ളേർ പറഞ്ഞു ഇവിടെ ഒരു ഗെയിം ഏരിയ ഉണ്ട്, അപ്പോൾ അത് അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം അത് കാണാൻ വേണ്ടി പോവാണ്. അഭിക്കറിയാമെന്ന് പറഞ്ഞേ. നീയല്ലേ പറഞ്ഞ അവിടെ ഉണ്ടെന്ന്? ഞാൻ മാപ്പ് എടുക്കാൻ പറഞ്ഞല്ലേ. ഞാൻ റിസപ്ഷൻ്റെ അവിടെ ഉള്ള സ്ഥലം. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ലോഞ്ചാണ്. അതാണ് ഇവിടുത്തെ ഗെയിം റൂം. മോളെ പാടാം. ഇതാണ് ഇവിടുത്തെ ഗെയിം റൂം. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ പുറത്തും ഉണ്ട് കേട്ടോ പ്ലേ ഗ്രൗണ്ട്. അവിടെ നമുക്ക് വൈകുന്നേരം പോവാം. ഇച്ചിരി വെയിലൊന്നും അറിഞ്ഞോട്ടെ കേട്ടോ. അതിനായിട്ട് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഗെയിം റൂം? അധികം പ്ലേ സാധനങ്ങളില്ല അല്ലേ? സ്റ്റിൽ ഓക്കെ. നമുക്ക് പുറത്ത് പോവാം. നമുക്ക് അവിടെ ഉണ്ടല്ലോ പാർക്കിൽ പോയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. സ്വിങ് ഒക്കെ ഉണ്ടാവും. ചെസ് ബോർഡിൽ നമുക്ക് ചെസ് കളിച്ച് നോക്കണ്ടേ അല്ലേ? ആഹാ, കളിച്ചോ. ബീൻ ബാഗ് ഉണ്ട് ഇവിടെ. ഇതാണ് ലോഞ്ച് കേട്ടോ. വൈകുന്നേരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം. ഇതാണ് ഓഫീസ്. ഇവിടുന്ന് ഗ്ലേസിയർ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഗ്ലേസിയർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. വലിയ മഞ്ഞിൻ്റെ പീസുകളാണ്, വലിയ പാളിയാണ്. അതിങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ 2 മലയുടെ ഇടുക്കി കൂടെ താഴോട്ടേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. കണ്ടില്ല? ആ ഹെലികോപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് കണ്ടില്ലേ? ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ, പക്ഷേ അത് ഒത്തിരി പൈസയാണ്. എന്തായാലും വൃത്തിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ്. ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പാണ്. ഫാമിലി റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ കാരവാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. ഹോട്ടലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ഐസ്ക്രീമൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. ഇവിടെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ഐസ്ക്രീം. റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം. അവിടെ ഏതാ വേണ്ടേ? കാർഡ് എടുക്കുമായിരിക്കും അല്ലേ? ക്യാമ്പർമാനുകളൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടല്ലേ, ഇതെല്ലാം ക്യാമ്പർമാനുകളാണ്. ഇതെല്ലാം പവേർഡ് സൈറ്റാണ്. ഇത് തൊട്ടടുത്ത് തന്നെ ബാർബിക്യൂ ഏരിയ ഉണ്ട്. പിന്നെ കിച്ചണ്, ബാത്റൂമും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഷവറും എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബാർബിക്യൂ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല. ഗ്യാസാണ്. അത് കിച്ചണാണോ മക്കളെ? വാ നമുക്ക് നോക്കിയിട്ട് വരാം. അതാണ് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഏരിയ. ഇതാണ് കിച്ചൺ. ഇതാ കണ്ടോ, വാഷ് ചെയ്യാനുള്ള ഏരിയ ആണിത്. അടുപ്പ് മാത്രം. അതാ അടുപ്പ് ഇവിടെ ഉണ്ട്. ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഓവൻ ഉണ്ട്. സ്റ്റാൻഡിങ് ഓവൻ ഉണ്ട്. അത്യാവശ്യം കുറേ ടോസ്റ്ററുകൾ,
2 ഓവൻസ് ഉണ്ട്, 2 ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ട്, അത്യാവശ്യം വൃത്തിയുണ്ട്. ഇറ്റ്സ് നീറ്റ് റൈറ്റ്. അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കിച്ചൺ ഇല്ലെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ വലിയ തിരക്കുമില്ല. ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെ തിരക്കായിരിക്കും, പക്ഷേ വിചാരിച്ചത്ര തിരക്കുമില്ല, ബഹളമില്ല. അപ്പോൾ ഇനി വരുവാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിലും മോട്ടറിലെ ചൂസ് ചെയ്യാൻ മാർഗമുള്ളതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് പേടിക്കണ്ട. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് നോൺ പവേർഡ് സൈറ്റുകൾ. ഇവിടുത്തെ ടോയ്ലറ്റുകൾ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റ് നോക്കിയിട്ടാ. വലിയ വൃത്തിക്കുറവൊന്നുമില്ല, കുഴപ്പമില്ല. ബെറ്റർ. അത്യാവശ്യം റൂമൊന്നും ഫാമിലി റൂമൊന്നും കിട്ടിയില്ലെങ്കിലും എടുത്താലും വലിയ പ്രശ്നമൊന്നും വരില്ല. എന്താ പറയുക, പെഡൽ ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് മാത്രം അവർ പറഞ്ഞു ഇപ്പോൾ ആൾ കൂടുതലായത് കാരണം അവർ കൊടുക്കുന്നില്ല, സേഫ്റ്റി ഇഷ്യൂ കാരണം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കണ്ടിരുന്നു, ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വന്ന് സസ്പെൻസ് ആക്കാമെന്ന് വെച്ചാൽ, പക്ഷെ അത് മാത്രം നടന്നില്ല. ഞാൻ ഇങ്ങനെ ചവിട്ടി പിടിക്കണോ? ഓക്കെ. ട്രാക്ടർ കഴിയാൻ പോവാ. ഇങ്ങനെയൊക്കെയാണോ ഓടിക്കുന്നത്? കയറിക്കോടാ, ഇതിലെ സൈഡിൽ കൂടെ തന്നെ കയറിയോ? കയറിയോ? അടിപൊളി ഏരിയ കേട്ടോ. ഇതാണ്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാം സാധനം കൊണ്ടുവച്ച് ഇപ്പോൾ സാധനങ്ങളെല്ലാം നിറഞ്ഞു. ആരും കുഴപ്പമില്ല. ഇപ്പം നാളത്തേക്കുള്ള റെഡിയാണോ, ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം. ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടക്കുക കേട്ടോ. പിള്ളേരിവിടെ ചെറിയ കഴിക്കുവാണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, ആ സ്ഥലത്തുനിന്ന് മേടിച്ചതാട്ടോ. അത് നല്ലതാണ്. TV കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ചോറും കറികളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നതാട്ടോ. അത് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല.